അടിപ്പാവാടയ്ക്ക് നിയുക്തൻ പദവി, അപ്രേമിന് വനവാസം. അധോലോക സംഘത്തിൽ കിടന്ന് കുട്ട കളിച്ച ഒരു ഇത്താപ്പിരി ഒരു സുപ്രഭാതത്തിൽ കുളിച്ചു കുരിശും വരച്ചു നിന്ന് സുവിശേഷം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കേൾക്കുന്നവർ അമ്പരന്ന് ഇങ്ങനെ ചോദിക്കും, ഇതെന്തു മറിമായം? അതെ, ഇതെന്തു മറിമായം എന്ന് ചോദിച്ചു പോകും. ഇത് കാണുമ്പോൾ അധോലോകത്തിലെ സഹതെമ്മാടികൾ എന്ത് ചെയ്യും? അതുവരെ ഒരുമിച്ച് നിന്ന് ഐക്യത്തോടെ പിതൃശൂന്യ പണികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുവൻ കൂട്ടം തെറ്റി വചനം പറയുവാൻ തുടങ്ങിയാൽ, നന്നാകാൻ ശ്രമിച്ചാൽ, അധോലോക സംഘത്തലവൻ ഉൾപ്പെടെ സകല മൈത്താണ്ടികളും ഒരുമിച്ച് നിന്ന് അവനിട്ട് പണി കൊടുക്കും. അതാണ് തീവട്ടി ശാസ്ത്രം, ലോ ഓഫ് ബാസ്റ്റേഴ്സ്. അതാണ് അപ്രേം മെത്രാന്റെ കാര്യത്തിലും ഇന്ന് സംഭവിച്ചത്. കഞ്ഞിക്കുഴി അധോലോകത്തിലെ ഇരുളിന്റെ പുത്രന്മാർ വെളിച്ചത്തിലേക്ക് ഊളിയിട്ട് പ്രവേശിക്കുവാൻ ശ്രമിച്ച അപ്രേമിന്റെ കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. ഒന്നുകിൽ നാറിയായി ജീവിക്കുക, അല്ലെങ്കിൽ നല്ലവനായി ജീവിക്കുക. രണ്ടും കെട്ട് പോകരുത്. നാറിയായിരുന്നിട്ട് ഇടവേളകളിൽ നല്ലവനാകുവാൻ ശ്രമിക്കരുത് എന്ന ചായലോട് ഗീർവാസിസ് ആശാന്റെ ആ മഹത് വചനങ്ങളാണ് ഈ അവസരത്തിൽ അപ്രേം മെത്രാനെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഒന്നുകിൽ നല്ലവൻ, അല്ലെങ്കിൽ നാറി. ഇതിനിടയ്ക്കാകാൻ ശ്രമിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. പല്ലി ചലയ്ക്കുന്നു, ചിലച്ചതാകാൻ സാധ്യതയില്ല. ഇതൊക്കെ കണ്ട് പല്ലി ചിരിച്ചതാകാനാണ് സാധ്യത. ഉപദേശവും ഊഞ്ഞാലാട്ടും ഒരുമിച്ച് എങ്ങനെയാണ് നല്ല കിണ്ണം കാച്ചിയ പോലെ നടത്തുന്നത് എന്ന് കാണണമെങ്കിൽ ഞങ്ങളുടെ അന്ധകാര സഭയുടെ ആശാൻ ഇരുളിന്റെ ആത്മാവ് മത്തായി മൂന്നാമന്റെ ആ ചെയ്തികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പൗലോസ് ദിദിയൻ പരിമലയിൽ ഐസുവിൽ കിടന്ന് ഭരിക്കുമ്പോൾ പുറത്ത് കാതോലിക്ക കസേരയ്ക്കായി അത്താനാസ്യൂസും സേവറിയോസും തമ്മിൽ വടംവലി നടന്നപ്പോൾ സേവറിയോസ് മെത്രാന് ആ കസേര കൂട്ടിക്കൊടുക്കുവാൻ സകല ഒത്താശയും ചെയ്തു കൊടുത്ത അപ്രേം മെത്രാന് നൈസായി പണി കൊടുത്തിട്ട് ഇന്ന് മത്തായി മൂന്നാമൻ ഇറക്കിയ ആ വാറോല കാണുക. മസ്തിഷ്ക ബലാത്സംഗത്തിനിരകളായ കേരളദേശത്തെ ഒരു കൂട്ടം അടിമക്കുഞ്ഞാടുകൾ ഇതൊരു ചവയാണെന്നും ആ ചവയുടെ പരമനാണ് മത്തായി മൂന്നാമനെന്നും വിശ്വസിക്കുന്നതിനാൽ ഒരു ചക്രവർത്തിയുടെ കൽപ്പനയുടെ രൂപത്തിലും ഭാവത്തിലുമാണ് മത്തായിയുടെ വാറോലകൾ ഇറക്കുന്നത്. ഉണ്ണകൾ ഈ വാറോലയെ കൽപ്പന എന്നാണ് വിളിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന രാജ്യം ഭരിച്ച മഹാരാജാക്കന്മാർ പോലും തൊഴിലുറപ്പിന് പോയും ക്ഷേമ പെൻഷൻ മേടിച്ചും ഇന്ന് ജീവിക്കുന്ന ഈ നാട്ടിൽ പണ്ട് കാളയ്ക്ക് ലാടമടിച്ച് നടന്നവന്മാർ ഇന്ന് 5 മീറ്റർ പഴന്തുണിയും കൊണ്ട് നൈറ്റിയും അടിച്ചിട്ടിരുന്ന് ഹുയാൻസാങ് എറിഞ്ഞു കളഞ്ഞിട്ട് പോയ ആ നാറിയ തൊപ്പിയും വെച്ചിരുന്ന് മഹാരാജാവ് കളിച്ച് പടച്ചുവിടുന്ന വാറോല കൽപ്പന. അത് ഞാൻ ഒന്ന് വായിക്കാം. ഉപദേശവും ഊഞ്ഞാലാട്ടും ഒരുമിച്ച് കൈയടക്കത്തോടെ ചെയ്യുന്നത് നമുക്ക് മത്തായിയുടെ ഈ വാറോലയിലൂടെ കാണാം. കർത്താവിൽ നമ്മുടെ സഹോദരൻ അഭിവന്ദ്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്തായ്ക്ക് സമാധാനം. സ്നേഹമുള്ള അബൂനെ, 2025 മെയ് മാസം 10-ാം തീയതി നമ്മുടെ ചുങ്കത്തറ സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വെച്ച് പരിശുദ്ധ സഭയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി ആബൂൻ നടത്തുവാനിടയായ പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ കാരണങ്ങളും സാഹചര്യങ്ങളും സംബന്ധിച്ച് നമ്മുടെ 2025 മെയ് മാസം 15-ാം തീയതിയിലെ നമ്പർ MOSC/CMM/107/2025 നമ്പർ കൽപ്പന മുഖാന്തരം നാം വിശദീകരണം ആവശ്യപ്പെടുകയും ആബൂന്റെ വിശദീകരണം രേഖാമൂലം നമുക്ക് നൽകുകയും ചെയ്തിരുന്നുവല്ലോ. പ്രസ്തുത പ്രസംഗം വിവാദമായ സാഹചര്യത്തിൽ ഈ വിഷയം സംബന്ധിച്ച് ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനായി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ ഒരു അടിയന്തര യോഗം 2025 മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10:30 ദേവലോകം കാതോലിക്കറ്റ് അരമനയിൽ വെച്ച് നമ്മുടെ അധ്യക്ഷതയിൽ കൂടുകയും ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുകയും ആബുവിന്റെ വിശദീകരണങ്ങൾ കൂടി പരിഗണിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന വസ്തുതകൾ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് ബോധ്യപ്പെടുകയുണ്ടായി. മലങ്കര സഭയുടെ നിലനിൽപ്പും വളർച്ചയും സഭയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്നതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവുകളിലൂടെ വിവിധ സന്ദർഭങ്ങളിൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതുമായ 1934 ഭരണഘടനയെ നിഷേധിച്ചുകൊണ്ട് ചുങ്കത്തറ സെയിൻറ്റ് ജോർജ് വലിയ പള്ളിയുടെ ഇടവക പെരുന്നാളിൽ 2025 മെയ് മാസം 10-ാം തീയതി ആബൂൻ നടത്തിയ പ്രസംഗത്തിലൂടെ പ്രസ്തുത ഭരണഘടനയുടെ വില കുറയ്ക്കുകയും സ്വാധീനത്തെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. 2. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുള്ള 1958 മുതൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള ഉത്തരവുകളുടെ നടത്തിപ്പ് വഴി മലങ്കര സഭയ്ക്ക്
പുനഃസ്ഥാപിക്കപ്പെടേണ്ട ഇടവകളുടെ കാര്യത്തിൽ പരിശുദ്ധ സഭ സ്വീകരിച്ച നിലപാട് പള്ളി പിടിച്ചടക്കലും അക്രമവുമാണ് എന്ന ഭാഷയിൽ മേൽപ്പറഞ്ഞ പ്രസംഗത്തിൽ ആബൂൻ പറഞ്ഞിരിക്കുന്നു. 3. ഈ പ്രസംഗത്തിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളും അനന്തര നടപടികളും ഉണ്ടായാലും അതിനെ അവഗണിച്ചുകൊണ്ട് ആബൂൻ ഇനിയും ഇതുതന്നെ നിലപാടായി സ്വീകരിക്കുമെന്ന് പ്രസ്തുത പ്രസംഗത്തിൽ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. ആബൂന്റെ മേൽപ്പറഞ്ഞ പ്രസംഗത്തിലെ പരാമർശങ്ങൾ മൂലം പരിശുദ്ധ സഭയിൽ വിവിധ തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങളും അഭിപ്രായങ്ങളും ഗൗരവമായി പരിഗണിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസ് നമുക്ക് നൽകിയ ശുപാർശ പരിഗണിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്ന നിലയിലുള്ള ചുമതലകളിൽ നിന്നും വൈദിക സെമിനാരിയിലെ ചുമതലകളിൽ നിന്നും പരിശുദ്ധ സഭയിൽ ആബൂൻ നിർവഹിച്ചു വരുന്ന മറ്റെല്ലാ ചുമതലകളിൽ നിന്നും ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നതുവരെ ആബൂനെ നാം ഈ കൽപ്പന മുഖാന്തരം വിടർത്തിയിരിക്കുന്നു. അല്പം മാനസിക വ്യതയോടെയാണെങ്കിലും പരിശുദ്ധ എപ്പിസ്കോപ്പൽ നിശ്ചയപ്രകാരം സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഈ നടപടി ആബൂന്റെ പശ്ചാത്താപത്തിനും സ്വയം തിരുത്തലിനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നമ്മുടെ സ്നേഹം. ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ. കണ്ടോ, എത്ര ഭംഗിയായി ഒട്ടാൻ പണി കൊടുത്തിട്ട് ഒന്നും അറിയാതെ ചിരിച്ചുകൊണ്ട് ആബൂനെ ബാ മടിയിലിരുന്നാട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് മടിയിലിരുത്തിയിട്ട് അണ്ണാക്കിൽ കുർബാനൊപ്പം വെച്ചു കൊടുത്തിട്ട് അംശവടി കൊണ്ട് അത് നന്നായി കുത്തി ഇറക്കിയിട്ട് മാമിനോട് ഒന്നും തോന്നരുത് കേട്ടോ എന്ന് പറയുന്നത് പോലെ മത്തായിക്ക് വ്യസനമുണ്ടെന്ന്. ഇത് കേട്ടാരും പാടിപ്പോകും. മലരേ നിന്നെ കാണാതിരുന്നാൽ. എന്തായാലും സുഹൃത്തുക്കളെ, മാർ അപ്രേം മെത്രാന് പോകാൻ ഒരു പോക്കടമുണ്ട്. 34 കൈപ്പൊത്തകം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നെങ്കിലും ഒരിക്കൽ ഭദ്രാസനം വിട്ടിറങ്ങേണ്ടി വന്നാൽ ഇട്ട ചട്ടിയല്ലാതെ ഒന്നും കയ്യിലെടുക്കുവാൻ സാധിക്കില്ലെന്നും സ്വന്തം ആസനം ഭദ്രമാക്കി കൊണ്ടുവെക്കുവാൻ സ്വന്തമായ ഒരു സ്ഥലം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി മാർ അപ്രേം മെത്രാൻ ചായലോട് ഒരു കളിവീട് ഉണ്ടാക്കിയിട്ടുണ്ട്. കളിവീട് എന്ന് പറയുമ്പോൾ ഉത്തമഗീതം വായിച്ച് അല്പസ്വല്പം കളികളും ചിരികളുമൊക്കെയായി താമസിക്കാൻ ഒരിടം. ആമേനടിച്ചും കുറിയാലോസൻ പറഞ്ഞും അവിടെ ആരും ശല്യപ്പെടുത്തുവാൻ വരില്ല. തികച്ചും ആത്മീയാന്തരീക്ഷം. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ കൂടും കുടുക്കയും എടുത്തുകൊണ്ട് ഇറങ്ങേണ്ടി വന്നാൽ ആസനം കൊണ്ട് ഭദ്രമായി ചളങ്ങിപ്പോകാതെ വെക്കുവാൻ പറ്റിയ കളിവീടുകൾ എല്ലാ മെത്രാന്മാർക്കും ഇന്ന് ഓർത്തഡോക്സ് സഭയിലുണ്ട്. ആശ്രമം എന്നൊക്കെയാണ് ഇവന്മാർ ഇതിന് പറയുന്നത് എങ്കിലും ഞങ്ങളതിനെ കളിവീടെന്ന് വിളിക്കും. ചത്ത കിളിക്കെന്തിനാണ് കൂടെന്ന് ചില യൂതാകൾ ചോദിക്കാറുണ്ട്. സ്വന്തമായി അംശപടി ഉയർത്തുവാൻ പറ്റാത്തപ്പോഴും അത് ഉയർത്തിക്കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ഈ പല്ല് ദ്രവിച്ചു തുടങ്ങിയ വന്ധ്യ വൈദികനെ പോലെയുള്ള വടിപിടുത്തക്കാർ ഉള്ളപ്പോൾ തിരുമനസിനുമാവാം ഒരു ചിന്ന കളിവീട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് സഭയായ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കിറിൽ പാത്രികസ് ബാബയെ കാണുമ്പോഴും ഞങ്ങളുടെ ബാബ വടി പിടിക്കും. ഞാനാ പിടിച്ചത് വടി. റോമൻ പാപ്പയെ കാണാൻ പോകുമ്പോഴും എന്റെ ബാബ വടി പിടിക്കും. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ സമയം ഇപ്പോൾ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽ കുപ്പായ തൊഴിലാളി ലഹളയ്ക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്രേമിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാതിരിമാർ അരമനയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒത്തുകൂടിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ എല്ലാവരും ഒരു വല്ലാത്തൊരു പ്രയാസഘട്ടത്തിലാണല്ലോ. ആയതിനാൽ ഇന്ന് വൈകിട്ട് കൃത്യം 5 മണിക്ക് എല്ലാ വൈദികരും നമ്മുടെ അടൂർ ശ്രേയസ് അരമനയിൽ എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരാൾ പോലും മാറി നിൽക്കരുത്. ഈ ഒരു പ്രതിസന്ധിയിൽ തിരുമേനിക്ക് വേണ്ടുന്ന കൈത്താങ്ങും അതുപോലെ തന്നെ എല്ലാവിധമായ മാനസികമായ സപ്പോർട്ടും കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഒരു വൈദികരും മാറി നിൽക്കരുത്. ദയവായിട്ട് കൃത്യം 5 മണിക്ക് തന്നെ എല്ലാ വൈദികരും അടൂര് ശ്രേയസ് അരമനയിൽ എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇനി അതോ ലോകത്തെ ഇരുളിന്റെ പുത്രന്റെ മുറിയിലേക്ക് തത്സമയം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഡാ വടിപിടുത്തക്കാരാ, അമ്മയിൽ എവിടെവാ? എന്താ പുഴുമേനി? നമ്മളിന്ന് സിനഡ് കൂടി ആരെയാ പുറത്താക്കിയത്? അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാനെ. അത് നമ്മുടെ മെത്രാനല്ലേ? അതെ, നമ്മുടെ മെത്രാനെ നമ്മൾ കൂട്ടം കൂടി വിസ്തരിച്ച് നമ്മൾ തന്നെ പുറത്താക്കി, അത് നമ്മൾ തന്നെ പത്രവാർത്തയാക്കി നമ്മൾ തന്നെ പ്രചരിപ്പിച്ചാൽ, അയാൾക്കെതിരെ നമ്മൾ തന്നെ പ്രതിഷേധ സമരം നടത്തിയാൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി അതെല്ലാം പ്രചരിപ്പിച്ചാൽ അത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ആവില്ലേ? ആകും. അതെന്റെ മുഖത്തല്ലേ വീഴുന്നത്? അതെ, ചേടാ, ഇതൊരുമാതിരി 34 പണിയായി പോയല്ലോ.
അതുകൊണ്ട് ആ പുഴുമേനി വിശ്വാസികൾ പറയുന്നത് കുടുംബത്തിൽ പിറന്നവന്മാർ കസരയിൽ ഇരിക്കണമെന്ന്. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്നാലും ആ വളഞ്ഞവടി താങ്ങിപ്പിടിച്ച് ഞാൻ പാടും മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും മത്തായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.